ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു എക്സൈറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓൾസോ ഒത്തിരി പേർക്ക് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. സോ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടു കാണും. ക്യാൻവ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ഈ ക്യാൻവ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 100 മില്യൺ ആൾക്കാരാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതലും യൂട്യൂബേഴ്സിന് മാത്രമാണ് ഇതിനെപ്പറ്റി അറിയാവുന്നുള്ളത്. കാരണം അവരാണ് ഒത്തിരി സെർച്ച് ചെയ്ത് ഒത്തിരി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ തംബ്നെയിലായിട്ടൊക്കെ ഇടാൻ വേണ്ടിയൊക്കെ നോക്കുന്നത്, ഒത്തിരി എഡിറ്റിംഗ് ആപ്സൊക്കെ നോക്കുന്നത്. പക്ഷേ ഇത് യൂട്യൂബേഴ്സിന് മാത്രമല്ല, ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒത്തിരി പേർക്ക് ഗുണകരമാകുന്ന ഒരു ആപ്പാണിത്. സോ ഞാൻ ഇത് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്ന്. അപ്പോൾ ഇതിനകത്ത് പേര് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ക്യാൻവ ഗ്രാഫിക് ഡിസൈൻ വീഡിയോ കൊളാഷ് ലോഗോ മേക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാനിത് ഓൾറെഡി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ആപ്സ് ഡൗൺലോഡ് ചെയ്തു ഇത് എഡിറ്റ് ചെയ്യുന്നത്, തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള, ഇത്രയും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചൂസ് ഫ്രം ഓവർ 50,000 ഫ്രീ റെഡി ടു യൂസ് ടെംപ്ലേറ്റ്സ് ഫോർ യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് കാണാം 50,000 പ്ലസ് ഫ്രീ ടെംപ്ലേറ്റ്സ് ആണ് അവർ നമുക്ക് തരുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫേസ്ബുക്കിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമേഴ്സാണ് കൂടുതൽ. ഇൻസ്റ്റാഗ്രാമിലാണ് എല്ലാവരും ഇപ്പോൾ ഹൈപ്പായിട്ട് എല്ലാവരും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്സ് ഭയങ്കര വെറൈറ്റി ആക്കാനായിട്ട് നോക്കിയേ ഒത്തിരി പോസ്റ്റ്സാണ് അവർ ഫ്രീ ടെംപ്ലേറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സി ഓൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും അതിനകത്തൊരു ബ്ലാങ്ക് എന്ന് കൊടുത്തിരിക്കും. അപ്പോൾ ബ്ലാങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിലാണ് അവർ ആ ഒരു ക്യാൻവാസ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ളത് കാണിക്കും. പിന്നെ ലൈൻസ് ആൻഡ് ഷേപ്സ് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഗ്രാഫിക്സിലായിട്ട് വരുന്നത്. പിന്നെ ഫോട്ടോസ് ഉണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്, ഓഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇത് എലിമെൻറ്റ്സിനകത്ത് വരുന്നത്. പിന്നെ ടെംപ്ലേറ്റ്സ്, നമുക്കിഷ്ടമുള്ള ടെംപ്ലേറ്റ്സിനകത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് തന്നെ ഒരു പ്ലെയിൻ ക്യാൻവാസിൽ നിന്ന് നമുക്ക് തന്നെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ കളർ കോമ്പിനേഷനും എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫുഡ് ഇൻസ്റ്റാഗ്രാമാണെന്ന് വെച്ചോ. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് തന്നെ ഞാൻ എടുക്കുവാണ്, ഫ്രഷ് ആൻഡ് ഓർഗാനിക്. അപ്പോൾ അതിനകത്ത് ഈ ഒരു പിക്ചർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് ഇതിനകത്ത് അക്കംപനി ആയി. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടത്തിന് നമുക്കിത് മാറ്റാം കേട്ടോ. അതായത് നമുക്ക് കണ്ടോ ഈ ഫ്രഷ് ആൻഡ് ഓർഗാനിക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അതിനകത്ത്. ഇപ്പോൾ സപ്പോസ് ഞാൻ കൊടുക്കുന്നത് ലെമൺ ഡേ, ചുമ്മാ ഞാൻ എഴുതിയതാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം ഇതിനകത്ത്. കണ്ടോ ഫോണ്ട് നമുക്ക് മാറ്റാം, ആലോജ എന്ന് പറയുന്ന ഫോണ്ട് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഇഷ്ടം പോലെ ഫോണ്ടുണ്ട് അതിനകത്ത്. മിക്കതും ഫ്രീ ആണ്, കുറച്ച് മാത്രമേ ഉള്ളൂ പ്രോ ആയിട്ടുള്ളത്. അപ്പം അതല്ലാതെ ഓരോ നമുക്കിതിനകത്തെ റൈറ്റിങ്സും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ക്ലിക്ക് ചെയ്യുക, നമുക്ക് എക്സിറ്റ് ചെയ്യുക. അത് കൂടാതെ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ ഡിലീറ്റ് എലമെൻ്റ് എന്ന് വരും. അപ്പോൾ ആ മേളത്തെ പോർഷൻ മാത്രം പോയി. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴെ കണ്ട ഒരു ചെറിയൊരു ലെറ്റേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് എലമെൻ്റ് കൊടുക്കുക. അപ്പോൾ അത് പോയി. അതുപോലെ നമുക്ക് ഈ ഒരു കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതിനകത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ബോർഡേഴ്സിൻ്റെ കളറായിരുന്നു, കണ്ടോ ബോർഡേഴ്സ് ബ്ലാക്കായി. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നമ്മളുടേതായിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് വേണ്ട, ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ ഫോണിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് വെച്ച് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഹോം പോവാണ്. പിന്നെ അതുകൊണ്ടോ പോസ്റ്റേഴ്സ്, ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടുത്തതാണ് ഇതിനകത്ത് യൂട്യൂബ് തംബ്നെയിൽസ്. ഓക്കെ,
നമ്മൾ ഓൾ കൊടുക്കുവാണെങ്കിൽ ഇതുണ്ട് ബ്ലാങ്ക്, എപ്പോഴും ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്യാൻവാസാണ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഇഷ്ടംപോലെ ഫ്രീ ടെംപ്ലേറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ടെംപ്ലേറ്റ്സ്. അപ്പോൾ യൂട്യൂബേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒത്തിരി നമുക്ക് ടൈമില്ലാത്തവർ, നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ടൈമില്ലാത്തവർ, ബുദ്ധിമുട്ടുള്ളവർ, അല്ലാത്തവർ തന്നെ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസും എല്ലാവരും തന്നെ ഈ ഒരു ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ടോ, ഓരോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള, കണ്ടാൽ നമുക്ക് ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റിമി ടോമിയുടെ ഇതിനകത്ത് യൂട്യൂബ് തംബ്നെയിലായിട്ട് ഈ സെയിം പാറ്റേൺ ടെംപ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ടെംപ്ലേറ്റ്സ് ഞാൻ ഒത്തിരി സെലിബ്രിറ്റീസിന് യൂസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഒത്തിരി ഇഷ്ടം പോലെ വെറൈറ്റി ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരെണ്ണം എടുക്കുകയെന്ന് വെച്ചോ, ഇപ്പോൾ ഇതെടുക്കുക. അപ്പോൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു തംബ്നെയിൽ നമുക്ക് മാറ്റാം നമ്മുടെ ഇഷ്ടത്തിന്. അതായത് ഹൗ ടു പോസ്റ്റ് ഫോർ സെൽഫീസ് എന്നുള്ളത് നമുക്ക് മാറ്റി, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഹൗ സെൽഫീസ് അത് മാറ്റി നമുക്കിഷ്ടമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതുപോലെ ഈ ഒരു ടെംപ്ലേറ്റിനകത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തന്നെ കിടക്കും. പക്ഷേ നമുക്ക് ഓരോ എലമെൻറ്റ്സ് അതിനകത്തുനിന്ന് റീപ്ലേസ് ചെയ്ത് എനിക്ക് എൻ്റെ ഫോട്ടോ വെക്കാം. കണ്ടോ, റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് എനിക്ക് എൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റും. അതുപോലെ സെക്കൻഡ് വണ്ണിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുണ്ടോ, ഈ എലമെൻറ്റ്സ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. സൂപ്പർ ഹെൽപ്ഫുള്ളാണ്. ഇത് ഒത്തിരി പേർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് യൂട്യൂബ് തംബ്നെയിൽ, ഇത് യൂട്യൂബ് ചാനൽ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് വേണ്ട ഒരു സംഭവമാണ് ചാനൽ ആർട്ട്. അത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി പ്രശ്നം അതിനകത്ത് വരും. കാരണം അതിൻ്റെ റെസൊല്യൂഷൻ അവർ പറയുന്ന അത്ര സൈസ് ഒന്നും കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും യൂട്യൂബ് ചാനൽ ആർട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഒത്തിരി ഇതിനകത്ത് ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊളാഷ് ഉണ്ടാക്കണമെങ്കിൽ, പിന്നെ നമുക്കിപ്പം സർട്ടിഫിക്കറ്റ്സ്, നമ്മളിപ്പോൾ ബിസിനസ്സായിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഇൻറ്റേൺസ് വന്ന് ചെയ്യുന്നു, അപ്പോൾ ഇൻറ്റേൺസിന് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് തന്നെ ഇതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒത്തിരി പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ടെംപ്ലേറ്റ്സ്, ഫോണിലെ വാൾപേപ്പറിൻ്റെ ടെംപ്ലേറ്റ്സ്, നമുക്ക് റെസ്യൂമേ, ഒത്തിരി പേർക്ക് റെസ്യൂമേ എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് റെസ്യൂമേസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രിയേറ്റീവായിട്ടാണ്, എസ്പെഷ്യലി നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവരൊക്കെ റെസ്യൂമേ കൊടുക്കുമ്പം ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ക്രിയേറ്റീവായിട്ട് ഒത്തിരി ടൈപ്പ് ഓഫ് റെസ്യൂമേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒത്തിരി ടെംപ്ലേറ്റ്സ്, ഫ്ലയേഴ്സ് കൊടുക്കുന്നത്, കാർഡ്സ് ഉണ്ടാക്കുന്നത്, മാഗസീൻ കവേഴ്സ്, മെനു, നമുക്ക് ഫുഡിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിനൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻസ്, സേവ് ദ ഡേറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ബാപ്റ്റിസം അല്ലെങ്കിൽ വെഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻസിൻ്റെ കുറേ ടെംപ്ലേറ്റ്സ്, വീഡിയോസിൻ്റെ ടെംപ്ലേറ്റ്സ്, പിന്നെ ബുക്ക് കവേഴ്സ്, ഫേസ്ബുക്ക് കവർ പിക്കായിട്ട് കൊടുക്കുന്ന അതിൻ്റെ ടെംപ്ലേറ്റ്സ്, പോസ്റ്റേഴ്സ്, ആനിമേറ്റഡ് സോഷ്യൽ മീഡിയ, ലോഗോസ്. നമുക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അതല്ലാതെ ഒത്തിരി അവർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതെടുക്കുവാണെങ്കിൽ ഇത് അവരൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പേരൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്കറിയാം ടൂൺ എന്ന് പറയുന്ന ടൂൺ ആപ്പിനകത്തൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിതെടുക്കുവാണെങ്കിൽ നമുക്കിതിനെ റീപ്ലേസ് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ പിക്ചേഴ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് അപ്ലോഡ് മീഡിയ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി ലോഗോസിൻ്റെ ടെംപ്ലേറ്റ്സും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ആയിട്ടോ വേണ്ട ഇൻവിറ്റേഷൻസ് ആണെങ്കിൽ അങ്ങനെ
ഇഷ്ടംപോലെ ഉണ്ട് ടെംപ്ലേറ്റ്സ്. അനൗൺസ്മെൻറ്റ്സ്, ഒരു ഓപ്പണിംഗ്, ഒരു ഷോപ്പിൻ്റെ ഓപ്പണിംഗ് അനൗൺസ് ചെയ്യുവാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് കാർഡ്സിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ മൊബൈൽ ഫസ്റ്റ് പ്രസൻറ്റേഷൻസ്, ബാനേഴ്സ്, പ്രസൻറ്റേഷൻസ്, പോസ്റ്റ് കാർഡ്സ്, ലെറ്റർ ഹെഡ്സിൻ്റെ ഒത്തിരി ടെംപ്ലേറ്റ്സ്, ന്യൂസ് ലെറ്റേഴ്സ്, ഫേസ്ബുക്ക് പോസ്റ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റ്സ്, പിൻട്രസ്റ്റ് പിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രോഷേഴ്സ്, ആൽബം കവേഴ്സ്, ഫ്രെയിംഡ് ആർട്സ്, ഡെസ്ക്ടോപ്പ് വാൾപേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, ടോക്കിംഗ് പ്രസൻറ്റേഷൻസ്, മൊബൈൽ വീഡിയോസ്, പ്രോഗ്രാംസ്, ബ്ലോഗ് ബാനേഴ്സ്, പ്രപ്പോസൽസ്, ഫോട്ടോ ബുക്സ്, കാർഡ്സ്, മീംസ്, ലെറ്റേഴ്സ്, ഇൻവോയ്സസ്, ക്യാൻവാസ് പ്രിൻറ്റ്സ്, ID കാർഡ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 50,000+ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അതല്ല നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് റീപ്ലേസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊടുത്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് പോസ്റ്റേഴ്സും ഫോട്ടോസും തംബ്നെയിൽസും എല്ലാം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. സോ ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. കാരണം ഇത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ പകുതി ജോലി കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ടുള്ള നല്ല സൂപ്പർബ് ടെംപ്ലേറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് to your friends and family. Also നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങൾക്ക് എവിടെ ഇത് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.